ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കോടതി മുറ്റത്ത് വെച്ച് നമ്മുടെ രചന കിടന്ന് ഭയങ്കരമായിട്ടും കരയുകയാണ്. അപ്പോൾ ആദി സമാധാനപ്പെടുത്തുകയാണ്. മമ്മീനെ കരഞ്ഞിട്ട് കാര്യമില്ല, മമ്മി ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ മമ്മിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന്. എന്നിട്ട് പോലും മമ്മി അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. എൻ്റെ വാക്കുകൾ, എൻ്റെ വേദനകൾ മമ്മി മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ല. ഇനിയും ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ കൊല്ലും മമ്മി, അല്ലെങ്കിൽ ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും മമ്മി. എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? എനിക്കിനി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല മമ്മി, എനിക്ക് എൻ്റെ ഡാഡിയോടൊപ്പം പോയേ മതിയാവുള്ളൂ. ഞാനാ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഡാഡിയുടെ കാല് പിടിച്ചത് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. പക്ഷേ മമ്മി വലിയൊരു ചതിക്കുഴിയിലേക്ക് തന്നെയാണ് വീണിരിക്കുന്നത്. അയാളുടെ യഥാർത്ഥ സ്വഭാവം മമ്മി മനസ്സിലാക്കാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ആകാശ് മേനോൻ എന്നും കൂടി ആദിയോടെ പറയാ. ഇത് കേട്ട നമ്മുടെ രചന ഞെട്ടി തരിച്ചൊരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് മമ്മി എനിക്ക് പോകണം മമ്മി എന്നെ ശപിക്കരുത് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കാലങ്ങോട്ട് പിടിക്കുകയാണ്. കാലങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ കാല് പിടിച്ച് കരയുകയാണ് നമ്മുടെ ആദി. അപ്പോൾ ആദി എണീപ്പിക്കണം. മോനെ എന്താ മോനെ കാണിക്കുന്നത്? നീ പൊയ്ക്കോ, നീ നിൻ്റെ ഡാഡിയോടൊപ്പം പൊയ്ക്കോടാ, എനിക്ക് ആരും ഇല്ലല്ലോ മമ്മിയെ അങ്ങനെ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതല്ല. എന്നെ എപ്പോൾ കാണുമെന്ന് തോന്നുമോ അപ്പോഴൊക്കെ മമ്മിക്ക് എന്നെ കാണാലോ. ഞാൻ ഉടനെ തന്നെ മമ്മിയുടെ അടുത്തേക്ക് ഓടി വരും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും മമ്മി പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഡാഡി പിടിച്ച് വെക്കാനായിട്ടും പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, മമ്മി എപ്പോൾ ഒറ്റപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നോ ആ സമയത്ത് ഞാൻ മമ്മിയുടെ അരികിലേക്ക് ഓടി വരും മമ്മിയോടൊപ്പം ജീവിക്കാൻ. പക്ഷേ മമ്മിയുടെ കൂടെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലാത്തൊരു സമയത്തെ ഞാൻ മമ്മിയുടെ അടുത്തേക്ക് വരുള്ളൂ. മമ്മിയെ ഒരിക്കലും ഞാൻ കൈവിടില്ല മമ്മി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡാഡി മമ്മിയിൽ നിന്നും എന്നെ അകറ്റാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. ഡാഡി നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മമ്മിയോ ആകാശ് മേനോൻ്റെ കൂടെ നിന്നിട്ട് ഡാഡി എത്രമാത്രം ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മമ്മി തന്നെ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും എനിക്കിപ്പോൾ പോയേ മതിയാവുള്ളൂ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി പെട്ടിയെടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന കയ്യിൽ കയറി പിടിക്കുകയാണ്. പക്ഷേ ആദി അവിടെ നിൽക്കാനായിട്ട് തയ്യാറായില്ല. നേരെ ആദി ഡാഡിയുടെ അടുത്തേക്ക് നടക്കുക. അപ്പോൾ രചനയിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ മഹേഷ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, ഇരുന്ന് രചന ഇങ്ങനെ കരയുന്നത്. അപ്പം ആദിയോട് പറയണം, മോനെ നീ കാറിലിരിക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ രചന ഇരുന്ന് മുട്ടം കരച്ചില്ല. അപ്പോൾ ആകാശ് പറയണേ, എന്തിനാണ് കിടന്ന് ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് വല്ല ഷോ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതേപോലെ തന്നെ നിനക്ക് കിട്ടിയില്ലല്ലോ ആദിയെ, ഇനിയിപ്പം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഹേഷ് വരുന്ന രംഗം നമ്മുടെ ആകാശ് കാണുന്നത്. മഹേഷ് വരുന്നുണ്ട് നിന്നെ തോൽപ്പിക്കാനും അട്ടഹസിച്ചിരിക്കാൻ വേണ്ടിയുള്ള വിജയിച്ചുള്ള വരവാണ് അവൻ്റെ, അത് അറിയണമല്ലോ നമുക്കൊന്ന് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ മഹേഷ് വരികയാണ്. രചന, നീ ഇപ്പം തോറ്റുപോയത് നിൻ്റെ ഗർഭപാത്രത്തോടാ. നിൻ്റെ മകനെ സംരക്ഷിക്കാൻ കഴിയാത്ത നീ എല്ലാവരുടെ മുന്നിൽ തോറ്റുപോയില്ലേ രചന. എനിക്ക് നിന്നോട് തോന്നുന്നത് വെറും പുച്ഛം മാത്രമാണ്. നീ എന്നെ തോൽപ്പിക്കാനായിട്ട് നോക്കി, എൻ്റെ ശത്രുവായ ഇവനെ നീ കൂട്ടുപിടിച്ച് എന്നെ തോൽപ്പിക്കാനായിട്ടല്ലേ നോക്കിയത്. പക്ഷേ എനിക്കെന്തുണ്ടായി? എനിക്ക് പുതിയൊരു കുടുംബജീവിതം കിട്ടി, സന്തോഷകരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. പക്ഷെ നീയോ, നിൻ്റെ ഒരു മകനുണ്ടായിരുന്നത് അവനെയും കൂടി നഷ്ടപ്പെട്ടു. ഇപ്പോൾ നീ ഒന്നുമില്ലാത്തൊരവസ്ഥയിലല്ലേ രചന നിൽക്കുന്നത്. ഇനിയും നീ പാഠം പഠിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് രചനയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. ഇനിയും നിനക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും രചന, കാരണം അത്രയും മാത്രം ദ്രോഹം നീ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഞാൻ അവനെ പിടിച്ചെടുത്തതല്ല. നിൻ്റെ കൂടെ നിന്ന് ഇവൻ്റെ കൂടെ നിന്ന് ജീവിതം മടുത്തിട്ടാണ് ആ പാവം കൊച്ച് എന്നെ വിളിച്ച് അപേക്ഷിച്ചത്. എനിക്കെൻ്റെ മകനെ ഒരിക്കലും ഉപേക്ഷിക്കാനോ നിഷേധിക്കാനോട്ട് കഴിയില്ല. പക്ഷേ നിനക്ക് നിൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അവൻ വിളിക്കുമ്പോൾ എനിക്ക് ഓടി വന്നേ മതിയാവുള്ളൂ. ഇനി എൻ്റെ മക്കളെ തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട. നീ ഇക്കാര്യത്തിൽ തോറ്റുപോയി രചന. ഇനി നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയുമില്ല രചന, എല്ലാം അടഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടുന്ന് പോവാണ്. അപ്പോൾ മഹേഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശ് ചിന്തിക്കുകയാണ്, എടാ നീ കൊണ്ടുപോയത് ഒരു വലിയ ബോംബിനെയാണ്. നീ അതധികം താമസിയാതെ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളടാ എന്നാണ് ആകാശ് ചിന്തിക്കുന്നത്. പിന്നീട് മഹേഷും ആദിയും കൂടി വീട്ടിലേക്ക് വന്നിരിക്കുക. ഡോർ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് ഡെക്കറേഷൻ. ഇത് കണ്ട ആദിയും മഹേഷും ആകെ ഞെട്ടിപ്പോയി. കാരണം നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇഷിതയും ചിപ്പിമോളും വരിക. അപ്പോൾ ചിപ്പിമോള് വന്നിട്ട് ആദ്യേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പിമോളെ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരികയാണ്. എൻ്റെ ആദ്യമോനെ ഒന്നും ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും പോയി കെട്ടിപ്പിടിക്കണം. എടാ മോനെ, ദേടാ നീ ഇവിടെ വരണമെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ? ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായിരിക്കുകയാണ്, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെയും കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ ഭയങ്കര സന്തോഷം വെക്കുക. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഈ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇഷിതയുടെ മുന്നിൽ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. ഇഷിതാമ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ മോനെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ കരയല്ലേ? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് നിൻ്റെ ഡാഡിയോടൊപ്പം ജീവിക്കാനുള്ളൊരു അവസരം വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് നീ സന്തോഷിക്കല്ലേ വേണ്ടത് മോനെ, നീ എന്തിനാ ആദ്യം മോനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആദ്യം വീണ്ടും കരഞ്ഞുകൊണ്ട് പറയണ, ഇഷിതാമ്മ കാരണമാണ് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായത്. ഇഷിതാമ്മയോടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞത്. എൻ്റെ സങ്കടങ്ങൾ ഇഷിതാമ്മയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷെ എൻ്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ സങ്കടങ്ങൾ മനസ്സിലാക്കി എൻ്റെ കാര്യങ്ങൾക്കൊരു തീർപ്പ് ഒപ്പിച്ച് ഇഷിതാമ്മ എന്നെ ഇവിടം വരെ എത്തിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇഷിതാമ്മ എന്ന് പറയാണ്. അങ്ങനെ അവിടെ ഒരു സെൻറ്റിമെൻ്റൽ കാർഡ് അവിടെ ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ നിർത്ത്, ഇനി ഇവിടെ സങ്കടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടെ കഴിയേണ്ടതല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഇഷിത ഇത്തരം ഡെക്കറേഷനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ, ഞാനൊരു കേക്കും കൂടി മേടിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ, നമുക്കത് മുറിച്ച് ആഘോഷിക്കായിരുന്നില്ലേ? അയ്യോ മഹേഷേ, ആ കാര്യം ഞാൻ അങ്ങനെ മറന്നുപോയി. നോക്കിക്കണ്ടേ, നിന്നെ സ്വീകരിക്കാനാ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം കരയാൻ പാടില്ല, സന്തോഷത്തോടെ ആർമാദിക്കണ്ടേ. അപ്പോൾ നമ്മുടെ പ്രിയാമണിയുടെ ഭർത്താവ് മാഷും കൂടി വരിക. വന്നു കഴിഞ്ഞപ്പോഴേ കേക്ക് ഉണ്ട് അവരുടെ കയ്യിൽ. കേക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ അല്ലാതെ നമ്മുടെ കുട്ടി തിരിച്ചു വന്നിരിക്കല്ലേ വീട്ടിലേക്ക്, അപ്പോൾ പിന്നെ കേക്ക് മുറിച്ച് അങ്ങോട്ട് ആഘോഷിക്കണ്ടേ എന്ന് പറയണതേ. ഇപ്പോഴാണ് ഇതൊരു കുടുംബമായത്, എല്ലാം തികഞ്ഞൊരു കുടുംബം. ഇല്ല പ്രിയാമണി അമ്മമ്മേ, ഒരാളും കൂടി വരാനുണ്ട്, എന്നാലേ പൂർണ്ണ കുടുംബമാവുള്ളൂ. അത് പറഞ്ഞ ശരിയാണ്. നമ്മുടെ കുടുംബത്തിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അത് സന്തോഷകരമായ കാര്യം തന്നെയല്ലേ എന്ന് പ്രിയാമണിയും സംസാരിക്കുകയാണ്. ഇനി കേക്ക് മുറിക്കാൻ നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇഷിതാമയും കൂടി കേക്ക് മുറിക്കുക. അങ്ങനെ കേക്ക് മുറിച്ച് ഇഷിതാമയെ കഴിക്കുക. ഇഷിതാമയെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കണം, എല്ലാവർക്കും വായൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇഷിത പറയുകയാണ്, ഇനിയൊരു കാര്യമുണ്ടേ, ഇനി മഹേഷ് ഒരു പാട്ട് പാടും. പാട്ടോ? ഞാനോ? ഇനി അതിൻ്റെ കുറവും കൂടി ഉള്ളൂ. എന്തിനാണ് ഇഷിത ഞാനൊരു പാട്ട് പാടുന്നത്? പാട്ട് പാടണം. അപ്പോൾ ചിപ്പിമോളും പറയണം, അതെ ഡാഡി പാട്ട് പാടണം. ആദ്യം പറയാണ്, ഡാഡി മോനെ പാട്ട് പാടി ഈ നല്ലൊരു സന്തോഷം എന്തിനാണ് മോനെ കുളമാക്കുന്നത്? ഞാൻ പാട്ട് പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് മഹേഷ് വാശി പിടിക്കുക. അപ്പോൾ മഹേഷ് വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ആദിയുടെ ചെവിയിൽ എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ എടുത്തിട്ട് വലിയ സൗണ്ടിൽ പാട്ട് വെക്കുകയാണ്. എല്ലാവരും കിടന്ന് തുള്ളുകയാണ്. ഇഷിതയാണെങ്കിൽ ഭയങ്കര തുള്ളൽ. അപ്പോൾ ഇഷിതയുടെ ആ തുള്ളൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷും ബാക്കിയുള്ളവരും പേടിച്ചു പോയി. പ്രിയമണിയാണെങ്കിൽ നിർത്തി ഇഷിത, എന്താ ഇഷിത കാണിക്കുന്നത്? സ്വപ്നവല്ലിയും പറയുന്നുണ്ട്, ഇഷിത അങ്ങനെ കിടന്ന് ചാടല്ലേ. മഹേഷും പറയുന്നുണ്ട് ഇഷിത. അപ്പോൾ പ്രിയാമണി പറയണം, മഹേഷ് ഒന്ന് നിർത്താനായിട്ട് പറ. മഹേഷ് ആണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇഷിതയാണെങ്കിൽ അവരാരും പറയുന്നത് കേൾക്കുന്നില്ല. തൻ്റെ 2 മക്കളോടൊപ്പം ആസ്വദിച്ച് തുള്ളി ചാടി ആർമാദിച്ച് അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇഷിതയുടെ ആ ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും കിളി പോയൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജിമയെ കാണിക്കുകയാണ്. അപ്പോൾ മഞ്ജിമ ആരൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മഞ്ജിമയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മഞ്ജിമ നേരെ റൂമിലേക്ക് കയറിയിട്ട് ഈ നമ്മുടെ ഈ ഇതിൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറയുകയാണ്, കണ്ടില്ലേ അവളെ പ്രസവം എടുക്കാറായവളാണ് തുള്ളിച്ചാടി നടക്കുന്നത്. അപ്പോൾ അജിത്ത് പറയാണ്, അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കെന്താ കുഴപ്പം, അങ്ങനെ തുള്ളിച്ചാടും, നമുക്ക് ഏതായാലും സംസാരിക്കാനുള്ളൊരു രീതി കിട്ടിയല്ലോ. എന്നാലും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊന്നും കണ്ടിട്ട് എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. കുശുമ്പാണല്ലേ? കുശുമ്പൊന്നും അല്ല, അവൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. അതെല്ലാം വിടി മഞ്ജി. ഞാനിപ്പോൾ മഞ്ജിയുടെ ഒരു കാര്യം പറയാം. മഞ്ജി, അതായത് ഞങ്ങളുടെ ഓഫീസിൽ നിന്നൊരു ടൂറ് പോകുന്നുണ്ട്. കമ്പനി ടൂറാണ്. അപ്പോൾ ഊട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ മഞ്ജിയും കൂടി എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കണം. അയ്യോ, ഞാനും വരാനോ കൂടെ? എന്താ വന്നാൽ?
അത് പിന്നെ നമുക്ക് കിട്ടിയൊരവസരമല്ലേ. ഊട്ടിയാകുമ്പോൾ നമ്മുടെ പ്രണയരംഗങ്ങൾ പങ്കുവയ്ക്കാനുള്ള നല്ലൊരു പ്ലേസും കൂടിയാണ് ഊട്ടി. അപ്പോൾ നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിക്കാം മഞ്ജി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ എന്തും പറഞ്ഞു വരും. അതെ, ഒരു ഇതുണ്ട്, കോളേജിൽ എല്ലാവരും കൂടി ചേർന്ന ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിനുവേണ്ടി പോവാന്ന് പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയെ കൊണ്ട് ഫോൺ വിളിപ്പിക്കാം, സ്പീക്കർ ഫോൺ ഇട്ട് കൊടുത്താൽ മതിയെന്നേ. അവരപ്പോൾ അത് കേട്ട് വിശ്വസിച്ചോളൂ എന്നൊക്കെ മഞ്ജമ്മയോട് പറയണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനോ? എന്താലോചിക്കാനായിട്ട്? ഞാൻ അങ്ങനെയൊന്നും പോകുന്ന പെൺകുട്ടിയല്ല എൻ്റെ അജിത്തെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ അജിത്തെ അതെ, ഞാൻ ഏതായാലും ഒന്ന് ആലോചിക്കണം, വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. അതിനുശേഷം അവർ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ കൂടെ വരുള്ളൂ. ശരി, എങ്കിൽ പിന്നെ എന്നെ വിളിച്ച് പറയണം. ഉറപ്പായിട്ടും മഞ്ജുമേൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അജിത്താണെങ്കിൽ, എടീ നിന്നെ എനിക്ക് സ്വന്തമായി കഴിഞ്ഞോ, നിന്നെ ഞാൻ മോഹിപ്പിക്കോടി, എന്നിട്ട് എൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ പറയാം. അപ്പോൾ മഞ്ജുമയാണെങ്കിൽ നീ മോഹിക്കടാ, നിന്നെ ഞാൻ മോഹിന്നിടത്തോളം കാലം മോഹിപ്പിക്കും, അതാണ് ഒരു പെണ്ണിൻ്റെ വിജയം എന്നിങ്ങനെ പറയുകയാണ് മഞ്ജുമയും. പിന്നീട് കാണിക്കുന്നത് രചനയാണെങ്കിൽ കട്ടിലിൽ കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ രചനയുടെ അടുത്തിരുന്ന് ആകാശാണെങ്കിൽ കുടിയോടുകൂടി. അപ്പോൾ ഇത് കണ്ട രചനയാണെങ്കിൽ, ആകാശേ ഞാനിവിടെ എൻ്റെ മകനെ നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ ആകാശ് സന്തോഷിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ പിന്നെ ആഘോഷിക്കാതെ ഞാനും കണ്ണീരൊഴുക്കിയിരിക്കണോ? എനിക്കപ്പോഴേ അറിയായിരുന്നു അവൻ്റെ ഒപ്പേ പോകുള്ളെന്ന്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ രചന. എന്നിട്ട് നീ അത് വല്ലതും കേട്ടോ? ഇല്ല, എൻ്റെ മകൻ എന്നെ വിട്ടു പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നില്ലേ. ഇപ്പം എന്തായി? എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? ആകെ ഒരു മോളുണ്ടായിരുന്നു, ആ മോളെ കൊടുത്തു. അതിനുശേഷം നിനക്കിപ്പോൾ മകനെ നഷ്ടപ്പെട്ടു. എല്ലാം നിന്നിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ടാണ് മഹേഷ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് 2 മക്കളെയും നമുക്ക് തിരിച്ചെടുക്കണം, അതിനുള്ള ഐഡിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ്. ആകാശെ കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാത്തൊരവസ്ഥയിൽ വായ തോന്നിയ കാര്യങ്ങളൊന്നും പറയരുത്, നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയണം. അത് ശരി, ഞാൻ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രചന, നീ കണ്ടോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്? ഇത് കേട്ട രചന അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.